അങ്ങനെ ചമഞ്ഞൊരുങ്ങി വീട്ടിൽ നിന്ന് ഒരു വിധം ഇറങ്ങി. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാൻ വിചാരിച്ചിന്. പക്ഷേ എനിക്കതൊന്നും നടക്കില്ല. ഞാൻ എവിടെ പോവാൻ ഇറങ്ങിയാലും ലേറ്റാവും. കെട്ടിയൊരുങ്ങി ഇത് എവിടത്തേക്ക് പോകുന്നല്ലേ? അതെ, ഇന്നാണ് ആറ്റാൻ്റെ മോളെ നിക്കാഹ്. അതിനേക്കാണ് പോകുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ ജൂലൈ 19. ജൂലൈ 19 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി. ഒരു വിധം ആ ഒരു കൃത്യസമയമാകുമ്പോഴത്തേക്ക് എത്തണം വിചാരിച്ച് കുറച്ച് നേരത്തെ കാലത്ത് അങ്ങ് ഇറങ്ങി. അതിന് കാരണമുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനാണല്ലോ. അവിടെ ഒരുക്കി സുന്ദരിക്ക് മേലെ സുന്ദരിയാക്കേണ്ട കടമ എനിക്കാണ്. അപ്പോൾ അവിടത്തേക്കായതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ട്രോളി ബാഗും ലഗേജൊന്നും എടുക്കാണ്ട് അത്യാവശ്യം മേക്കപ്പ് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആളൊരു സുന്ദരിയാണ്, അതുകൊണ്ട് കൂടുതൽ മേക്കപ്പ് വേണ്ട. അവളങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യലില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനം വെച്ച് തന്നെ അവരെ ഒരുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇത് അടിപൊളി പന്തലൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പന്തലൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട്. വീട്ടിലെത്തിയ ഉടനെ ഞാൻ എന്ത് ചെയ്ത് കലവറയിലേക്ക് പോയി. അവിടെ എന്തൊക്കെയാ ഉണ്ടാക്കും. പിന്നെ അത് കണ്ട സമ്മതിക്കുക, അത് നമ്മളെ ടീമാണ്. അവരോടൊരു കുശലം പറയാമെന്നെല്ലാം വിചാരിച്ചിട്ട് ആ ഭാഗത്തേക്ക് പോയി. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് എന്നും ആക്കുന്നതെന്നും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാലോ. അങ്ങനെ അവിടത്തേക്ക് പിന്നെ എല്ലാവരും പറഞ്ഞു പെണ്ണിനെ ഒരുക്കിക്കോ, നിക്കാഹിൻ്റെ സമയമാകാനായി. അങ്ങനെ നമ്മളെ മൊഞ്ചത്തിക്കുട്ടി ലുജൈന മറിയം ഓളെയാണ് ഒരുക്കുന്ന കടമ എനിക്ക് തന്നെ. ഞാൻ ഇന്നിവിടെ ഒരു താജ്മഹൽ പണിയെന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പണി തുടങ്ങി. എൻ്റെ ഹെൽപ്പിന് എൻ്റെ ലത്തീഫ TP ഉണ്ട്, ആങ്ങളെൻ്റെ ഭാര്യ. പിന്നെ അതുപോലെ തന്നെ ഇവള് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിന്. അപ്പോൾ പെട്ടെന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഹെയർ സ്റ്റൈലാണ് ഇവക്ക് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഇവക്കൊരു നിർബന്ധം ഉണ്ടായിന്, ആ മൂക്കൊന്ന് കുത്തിയിട്ട് വിരിക്കുന്നില്ല, നമ്മളെ പശുവിൻ്റെ കയറ് പോലത്തെ അങ്ങനത്തെ മൂക്കുത്തി വേണം. പക്ഷേ പുള്ളിക്കത് കിട്ടിയിട്ടില്ല. അതിൻ്റെ സങ്കടം ചെറുങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങിയത് ഒരുപാട് ആൾ കാത്തിക്കുന്ന ഒരു മുത്തം വെക്കലും കെട്ടിപ്പിടിക്കലും അങ്ങനെയൊക്കെയായി. പിന്നെ ഇനി പെണ്ണ് പോകുന്ന വെച്ചാൽ ചെക്കൻ പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞു. ചെക്കൻ ഇപ്പം കൂട്ടാൻ വരും, എന്നിട്ട് ഫോട്ടോഷൂട്ടിന് പോകണം. അപ്പം അവനെയും കാത്തിട്ടാണ് ഇവളിങ്ങനെ നിൽക്കുന്നത്. അതാ ചെക്കൻ വരുന്നു, നല്ല താറുമായിട്ട് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്കൻ വന്ന്. അപ്പം ഇവിടെ ചെക്കനെ കാണാനുള്ള കുറച്ച് തിരക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചെക്കൻ്റെ കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്ത് ഒരു വിധം നമ്മൾ അവളെ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റി. ആ ഡ്രസ്സ് ഇങ്ങനെ പഫായി നിൽക്കാൻ വേണ്ടിയിട്ട് അടിയിലൊക്കെ എന്തൊക്കെയോ റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് ഇതിലേക്ക് കയറാൻ കഴിയണ്ടേ? പക്ഷെ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റിയല്ലേ വെച്ചു. നമ്മൾ പുട്ടും കുറ്റിന്ന് പുട്ട് തള്ളിയിടും പോലെ അങ്ങനെയല്ലോ എല്ലാവരും കൂടി ഓളെ കുത്തിക്കയറ്റി അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓള് പോവാനിറങ്ങിയാലും നമ്മളോട് ചോദിച്ചു നിങ്ങളും വരുന്നില്ലേ? അപ്പോൾ ഓളെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിന്, കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ വന്നത്, വയനാട്ടിൽ നിന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഈ വണ്ടിയിൽ കയറി. ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞാൻ കൊണ്ടാക്കാം. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് പോയി. അപ്പം നോക്കുമ്പോൾ ഇതാ പെണ്ണും ചെക്കനായിരുന്നു വട്ടം ചുറ്റി കളിക്കുന്നത്. അവർ ഫോട്ടോഷൂട്ടാന്നത്. അവിടെ എത്തിയപ്പോൾ ലത്തീഫ മോം ലൈഫാണല്ലോ, ഓള് കുഞ്ഞിനെ എടുത്തിട്ട് വരുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ റോഷാന്തത്താക്കൊരാഗ്രഹം, ഞാനൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നൊരു താജ്മഹൽ പണിഞ്ഞു തരാം. അപ്പോൾ ഇത്തത്താക്കാരൻ്റെ ഒരു ഇത്തിരി വിശ്വാസക്കുറവ് പോലെ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ, ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നതാണിത്. പിന്നെ എൻ്റെ കൈമിൽ 2-3 ബാഗെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഓളെ ഫ്രണ്ട്സിൻ്റെ ബാഗാണ്, അവർ ഫോട്ടോസ് എടുക്കാൻ പോയിട്ട്. അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതാ ചെക്കനും പെണ്ണും ഫോട്ടോ എടുക്കുന്നു. താഹക്കാണെങ്കിൽ ഫോട്ടോ എടുത്തതിനെ ഉടനെ കുഞ്ഞിപ്പിള്ളേർക്ക് കാണും പോലെ ക്യാമറയിൽ കാണുകയും വേണം. അങ്ങനെ അടിപൊളി ഫോട്ടോഷൂട്ട് നമ്മുടെ മോം ലൈഫ് ലത്തീഫ TP ഇതാ മോളെ മാനേജ് ചെയ്യുന്നു. പിന്നെ ഇതൊക്കെ ഓളെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരും ആ ഒരു നല്ലൊരു ഫോട്ടോ ഫ്രെയിമുള്ള വീടാണല്ലോ. എല്ലാവരും നന്നായി ഫോട്ടോ എടുത്ത് മുതലാക്കി. അപ്പോൾ ഇവക്കൊരു ആഗ്രഹം, താഹിയും രുചിയും ചുറ്റിയ പോലെ ഞാനും ആയിട്ട് ചുറ്റണം. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത് ലുജീന എൻ്റെ ഫ്രണ്ട് കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. ഇതിലെന്തൊക്കെയോ കുത്തി വരഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ സുഹൈർ, പെണ്ണുങ്ങളെ നടക്ക് വന്ന് കുറച്ച് എന്നാ പറയണ്ടേ, തള്ളിയാണ്. അങ്ങനെ വീട്ടിനകത്ത് ഒരുപാട് ആൾക്കാർ വന്ന് കൂടിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. ഏതായാലും ഒരു വീട്ടിലൊരു നിക്കാഹ് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു അടിച്ചുപൊളി തന്നെയാണല്ലേ. അതിന് നമ്മൾ ചെക്കൻ്റെ അങ്ങന്ന് ആൾ വരാനുള്ള കാത്തിരിപ്പിലാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങന്നുള്ള ആൾക്കാരും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ പറയുന്നതാ അങ്ങനെ ആൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ കാണാനും ഇതൊക്കെ നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ അവർക്ക് കൊടുക്കാനോ വെള്ളവും സ്നാക്സും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ബാക്കിലിരുന്ന് കുറേ പെണ്ണുങ്ങന്മാർ ഇങ്ങനെ കിസ്സ പറയുന്നുണ്ട്.
അങ്ങനെ എല്ലാവരും കൂടി വട്ടമിട്ട് അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞെല്ലാം ഇരിക്കുമ്പോഴത്തേക്ക് ഇതാ ചെക്കൻ്റെ കണക്കുന്ന ഇതാ വരി വരിയായി ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഓരോരോ മക്കളുടെ കൈമിൽ കൊടുക്കാൻ ഓരോരോ സാധനങ്ങളുണ്ട്. ഈ സാധനം എന്താണ് ഏതാന്നൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇവരൊന്ന് അകത്തേക്ക് എത്തിക്കോട്ടെ. ആരും തന്നെ തിരക്കൂട്ടല്ലേ. ഈ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് കുറേ നാളായി, പക്ഷെ ഇതൊന്നും എഡിറ്റ് ചെയ്തിടാനൊരു മൂഡ് ഉണ്ടായിട്ടില്ല. എന്തല്ലോ ഇത്. അങ്ങനെ ഇതാ ഒരുവിധം ഞാൻ ഇത് എഡിറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം അടിപൊളി ട്രോളി ബാഗൊക്കെ ഉണ്ട്. താഹ വിത്ത് ലുജൈന. നല്ല പേരല്ലേ ലുജൈന മറിയം. ആൾക്കാരെ മൂത്ത മോളെ പേര് ഫിജായത്തുൽ ഫാത്തിമ. ഇത് എവിടുന്ന കൊണ്ടുവന്ന് ഇട്ടെന്നൊന്നും പറയാനില്ല. അങ്ങനെ എല്ലാവരും കൂടി സാധനങ്ങളൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ട് ഇതേ നോക്കിക്കേ, എല്ലാം നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഇതാണ് കേട്ടോ മഹർ. മഹർ കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. അത് കാണാൻ വേണ്ടിയിട്ട് താഹ ആൻഡ് ലുജൈന. വാവ്. അങ്ങനെ പെണ്ണിന് അവർ കൊണ്ടുവന്ന ഡ്രസ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ ഹെയർ സ്റ്റൈലിനെ പോരേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഹെയർ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കാം. അങ്ങനെ വീണ്ടും അവൾ ആ ഡ്രസ്സെല്ലാം ഇട്ട് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് കൊടുത്ത് രണ്ടാമത്തെ ലുക്കാണ് ഇത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെക്കൻ്റെ കൂടെ പോയി ഒന്ന് ആൾക്കാർക്കൊക്കെ മൊത്തം എല്ലാവരും ഫോട്ടോസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് അവൾ സ്റ്റേജിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഈ ഫിജു കൊണ്ടുപോകുന്നതാണ് ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കേണ്ട പുഡിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ലുജി മന്ദം മന്ദം നടന്ന് താഹേൻ്റെ അടുത്തേക്ക് പോകാൻ. താഹിയാണെങ്കിൽ എൻ്റെ രുചി കൊടുത്തു, എൻ്റെ രുചി കൊടുത്തു നോക്കി ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധം കണ്ണുകൊണ്ടൊക്കെ അതെന്തെല്ലാം പറയുന്നത് എന്നാണപ്പാ. അങ്ങനെ ഓളെ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി ഓ ഷോ എന്തൊരു കെയറിങ്. അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. ഏതായാലും നമുക്ക് ഇവർക്കൊരു ബെസ്റ്റ് ഓഫ് ലക്ക് അല്ലേ. ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ അല്ലേ. അങ്ങനെ ഞാൻ ഈ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഏൽപ്പിച്ചത് എൻ്റെ ലുജീൻ്റെ ഫ്രണ്ട്സിനോടാണ്. അവർ അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രണ്ട്സാണ്, നല്ല കമ്പനിയാണ് ഞാനായിട്ട് അവരായിട്ട്. ലുജി താഹേനോട് പറഞ്ഞു നീ ഒന്ന് നോക്ക്, അവരവിടുന്ന് വീഡിയോ എടുക്കുന്നു. ഓനാണെങ്കിൽ വേറെ എന്തൊക്കെയോ തിരക്കിലാണ്. അതിലെടുക്ക് എന്താ കണ്ണടയിൽ കറ പറ്റിപ്പോയാ തുടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ലുജീൻ്റെ ഫ്രണ്ട്സ്. ഇവർ നഴ്സിങ്ങിനൊപ്പരം പഠിക്കുന്നില്ല. ലുജി പഠിക്കുന്നത് വെച്ചാൽ BSc നഴ്സിന്. ഇതൊരു ചടങ്ങ് തന്നെയാണല്ലേ. ലുജിക്കൊരു ബൊക്ക കൊടുക്കൽ. അങ്ങനെ കൊടുത്ത് ലുജി വളരെ ഹാപ്പി. താഹ എവിടെ? ഇവിടെ തന്നെ ഉണ്ടല്ലോ. അയ്യോ, അവർ കൊണ്ടുവന്ന ഓരോരോ സാധനങ്ങൾ ഓരോരുത്തരായിട്ട് ഇനി കൊടുക്കുന്ന ചടങ്ങാണ്. അതിങ്ങനെ എല്ലാവരും ബേബിയേക്കാൾ ഇത് കുറച്ചൊന്ന് സ്പീഡാക്കിയാലോ, അതായിരിക്കും നല്ലതല്ലേ. ഒന്ന് ഞാനൊന്ന് സ്പീഡാക്കട്ടെ. ഇപ്പം വരെ. ഇപ്പം ഇത് നിക്കാഹ് മാത്രമാണ് കേട്ടോ, കല്യാണമായിട്ട് കഴിഞ്ഞിട്ടില്ല. കല്യാണം ഒരു 1-1.5 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു. അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കാം അല്ലേ. ഏതായാലും ഫസ്റ്റ് ഇവിടെ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഒരു ചിക്കു കളർ ഡ്രസ്സ്, അത് നമ്മൾ വാപ്പക്കുടമ്പ് കൊടുത്തത്. ഇത് ഇവരെ താഹേൻ്റെ വീട്ടുകാരടുത്ത് കൊണ്ടുവന്ന ഡ്രസ്സാണ്. ഇതാണ് താഹേൻ്റെ ഉമ്മ. ഇനി മഹർ ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ്. ഉമ്മ ഇതാ മഹർ മോനക്ക് കൊടുക്കുന്നുണ്ട്, മോനെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇട്ടിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കും. അതൊക്കെ ഒരു ചടങ്ങാണ് കേട്ടോ. നല്ല മഹറാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല കാഴ്ചക്കുള്ള സാധനം തന്നെ. കണ്ട ലുജിക്ക് രണ്ടാമത് താഹെ രണ്ട് ചമയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പശുവിൻ്റെ മൂക്കിലിടുന്ന പോലത്തെ സാധനം, അങ്ങനത്തെ മൂക്കുത്തി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്ക് അതിൽ സമാധാനം സന്തോഷമായി. ഓള് ഫസ്റ്റത്തെ സമയത്തിൽ അതില്ലായിട്ട് കരയില്ലേന്. ഓക്കെന്നാമോ അതിനോടത്തെ ഇത്. അങ്ങനെ നമ്മൾക്ക് ഫുഡ് കഴിക്കേണ്ട സമയം. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ കൂടുതലൊന്നും എടുത്തില്ല. നല്ല ഒരുപാട് ഫുഡൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി, ഭട്ടൂരി, അങ്ങനെ എന്തൊക്കെയോ. ലാസ്റ്റ് ഇവർ കേക്കൊക്കെ മുറിച്ച്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.